നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുഖത്തെ ചുളിവുകൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ബാംഗ്ലൂർ ഇന്ദിരാനഗറിലെ സേവിയസ് ദന്തൽ ക്ലിനിക്കിലെ മോണരോഗ വിദഗ്ധൻ ഡോക്ടർ സിബി സേവ്യറുണ്ട്. ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഡോക്ടർ, സാധാരണയായി കണ്ടുവരുന്നതാണല്ലോ ഈ മുഖത്തെ ചുളിവുകൾ. ഏത് പ്രായത്തിലുള്ളവരാണേലും കണ്ടുവരുന്ന ഒരു പ്രധാന ഒരു മുഖത്തെ ഒരു അപാകതയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഡോക്ടർ, ഇത് എങ്ങനെയാണ് ഈ ചുളിവുകൾ ഉണ്ടാകുന്നത്? എല്ലാ പ്രായത്തിലും ചുളിവുകൾ ഉണ്ടെന്ന് പറയുന്നതിനകത്ത് അതത്ര കറക്റ്റ് അല്ല. കാരണം ഒരു 40 വയസ്സിന് മുകളിലേക്ക് നമുക്ക് ചുളിവുകൾ കാണപ്പെടാറുണ്ട് മുഖത്ത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാരണം എന്ന് പറയുന്നത് ഏജിങ് ആണ്. നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ മുഖത്തുള്ള ചർമ്മത്തിൽ ഉള്ള അതിൻ്റെ എലാസ്റ്റിസിറ്റി കുറയും, ജലാംശം കുറയും. അങ്ങനെ അതിൻ്റെ എലാസ്റ്റിസിറ്റി കുറയുന്നു, ജലാംശം കുറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ടോട്ടായിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന മുഖത്തിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് അവിടെ ചെറിയ വരകളും ചുളിവുകളൊക്കെ വരും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതൊരു കാരണമുള്ളത് സൺലൈറ്റിനകത്തുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉണ്ടല്ലോ. അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മുടെ ചർമ്മത്തിൽ അടിക്കുമ്പോൾ അതിനുള്ളിൽ കൊളാജനാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിനൊക്കെ ടെക്സ്ചർ കൊടുക്കുന്നത്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും സ്കിൻ ലൂസാകാനും ചുളികൾ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നുള്ളത് ക്രോണിക് സ്മോക്കേഴ്സ്. സ്മോക്കിംഗ് ശരിക്കും ഹാബിറ്റായിട്ടുള്ള കണ്ടമാനം സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഓക്സിഡൻറ്റിൻ്റെ അളവ് കൂടുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ കൊളാജൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാനും അങ്ങനെ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അത് അധികവും നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ഒരു 40-50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ചുളിവുകൾ ചിലപ്പോൾ ചെറിയ തോതിലായിരിക്കാം, ചിലപ്പോൾ വലിയ തോതിൽ ഏജ് കൂടുന്തോറും അങ്ങനെ നമുക്ക് കണ്ടുവരാറുണ്ടല്ലോ. പിന്നെ ഈ ഉറക്കളയ്ക്കുന്നവരിൽ നോർമലി ഈ ചുളിവുകൾ കാണാറില്ല. അതാണ് ഞാൻ എല്ലാ പ്രായക്കാരും ഒരു യുവാക്കളിലും യുവതികളിലും ചിലപ്പം ചുളിവുകൾ കാണാറുണ്ട്. അപ്പം അതും അതൊരു ഇത് തന്നെയല്ലേ, ഉറക്കളയ്ക്കുന്നതിൻ്റെ കാരണമായിട്ട് വരുന്നതായിരിക്കും? ഉറക്കമളയ്ക്കുന്നതിൻ്റെ കാരണമായിട്ട് ചുളിവുകൾ വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡൻറ്റ് ലെവൽസ് കൂടിക്കഴിഞ്ഞാലും ഇതുപോലെ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കും? ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? മുഖത്തെ ചുളിവുകൾ പരിഹരിക്കാൻ ഒരു സാധാരണ ചെറിയ ചുളിവുകളാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നോർമലി ഇപ്പോൾ ചുളിവൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ലേഡീസൊക്കെയാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു രീതിയൊക്കെ ആണെങ്കിൽ ചെറിയ പാക്കൊക്കെ അപ്ലൈ ചെയ്തൊക്കെ ചെറിയ രീതിയിലുള്ളതൊക്കെ ടെമ്പററി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് കുറേ തരമുണ്ട്. ഇപ്പം നമുക്ക് ഫില്ലേഴ്സ് ഉണ്ട്, പിന്നെ ലേസർ തെറാപ്പി ഉണ്ട്, പിന്നെ ഡെർമാബ്രേഷൻ എന്ന് പറഞ്ഞ മുഖത്തുള്ള ഡെഡ് സ്കിൻസ് കളയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെ നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അതെല്ലാം ഇപ്പോൾ നമുക്കിവിടെ പറയാനുള്ള സമയവും സന്ദർഭവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട 2-3 ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. പ്രധാനമായിട്ടും ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത് ബോട്ടോക്സ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ബോട്ടോക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫില്ലേഴ്സ് ഉണ്ട്. ഈ ബോട്ടോക്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോട്ടോക്സ് നമുക്ക് മസിലിനെ കുറച്ച് എന്താ പറയുക, ഫ്രോസൺ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. മസിൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണിൻ്റെ താഴെ നമുക്ക് ആ കന്തടം ചുളിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അതിന് കീഴിലുള്ള മസിലിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും അത് ഒന്ന് സ്റ്റിഫാവും. ആ സ്റ്റിഫായി കഴിയുമ്പോഴത്തേക്കും അത്രയും ഭാഗത്ത് മസിൽ സ്കിന്ന് കുറച്ച് ടൈറ്റായിട്ട്. ഓക്കെ, അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട്. പിന്നെ വരുന്നത് ഫില്ലേഴ്സാണ്. ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഫംഗ്ഷനാണ്. ഫില്ലേഴ്സ് നമ്മളൊരു വോളിയം ഓഫ് മെറ്റീരിയൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുകയാണ്. അകത്ത് നമ്മൾ ഇഞ്ചക്ഷൻ തന്നെയാണ് ബോട്ടോക്സും. രണ്ടാമത്തെ ഫില്ലേഴ്സും ഇഞ്ചക്ഷൻ തന്നെയാണ്. അതിനകത്ത് സാധാരണ ഉപയോഗിക്കുന്നത് ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പദാർത്ഥമുണ്ട്. സ്കിന്നിനകത്തൊക്കെ ജലാംശം നിർത്താനും ഒക്കെ ഉപകരിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്. നമ്മുടെ സ്കിന്നിലൊക്കെ കണക്റ്റീവ് ടിഷ്യൂലൊക്കെ ഉള്ളതാണത്. അത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അത് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്കും എവിടെയാണോ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആ സ്ഥലത്ത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വോളിയമായിട്ട് അതിനകത്തേക്ക് എന്താ പറയുക, ഒരു പ്ലം അപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അത് നമുക്ക് മോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചുണ്ടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഷേപ്പ് ചെയ്യണമെങ്കിൽ, പിന്നെ മുഖത്തിന് ഷേപ്പ് കൊടുക്കണമെങ്കിൽ ഒക്കെ ഇത് ഉപയോഗിക്കാം.
ഓക്കെ. അപ്പൊ ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ജലാംശത്തിന്റെ കണ്ടന്റ് കൂട്ടാനാണ് ഈ ഒരു പ്ലം ഇഞ്ചക്ഷൻ, ഈ ഒരു രീതിയിലുള്ള ഫില്ലർ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ധാരാളം ജലാംശമുള്ള, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടോ ഒക്കെ ചുളിവുകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല. നമുക്ക് റീഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ആ ഏരിയയിൽ തന്നെ നമുക്ക് റീഹൈഡ്രേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ അത് കറക്റ്റായിട്ടുള്ള സ്കിൻ ടിഷ്യൂലാണ് അത് എത്തേണ്ടത്. അപ്പം നമ്മൾ സാധാരണ റീഹൈഡ്രേറ്റ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് ജലാംശത്തിന് കുറേ റീഹൈഡ്രേറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് അത്രയും കണ്ടന്റ് ഓഫ് എന്താ പറയുക വാട്ടർ കണ്ടന്റ് നമുക്ക് എത്തണം നിർബന്ധമില്ല. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പം നമുക്ക് അവിടേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ ഹൈലോണിക് ആസിഡ് കൊടുക്കുന്നു. അത് നേരിട്ട് ജലാംശമായിട്ടല്ല വരുന്നത്, അത് ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്. ഓക്കെ. അപ്പോൾ ഒരു ഫുഡ് ഹാബിറ്റിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. നല്ല ഫുഡ് ഹാബിറ്റിൽ എപ്പോഴും ബെനിഫിഷ്യൽ ആണ്, സംശയമില്ലാത്ത കാര്യം. ഡോക്ടർ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? നമുക്ക് ബോട്ടോക്സ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 മാസം മുതൽ 6 മാസം വരെയാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് നിലനിർത്താൻ പറ്റുന്നത്. ഹൈലോണിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസം മുതൽ 1 വർഷം, ചിലപ്പോൾ 1.5 വർഷം വരെയൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ആ ബോഡി നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് 4 മാസം കഴിഞ്ഞ് വീണ്ടും ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആണല്ലേ? അതെ. ഓക്കെ. അത് അപകടരഹിതമായ ഒരു പ്രൊസീജിയറാണ്. അതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇഞ്ചക്ഷനാണ്, മൈന്യൂട്ട് ഇഞ്ചക്ഷൻസ് പല സ്ഥലത്തും മൈക്രോ നീഡിൽസ് വെച്ചിട്ട് കൊടുക്കും. അവിടേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അവിടെ കറക്റ്റായിട്ട് റിസൾട്ട് വരുന്നു. അപ്പോൾ അത് നമ്മൾ കുറേ നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി പോകുന്നത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഡോക്ടറുടെ ക്ലിനിക് ആണെങ്കിൽ ഇപ്പം സേവിയസ് ദന്തൽ ക്ലിനിക് ഉള്ളത് ബാംഗ്ലൂരാണ്. ആൻഡ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ബേസിക്കലി ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് റിസോർട്ടായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വളരെ സെറീനായിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ഉണ്ട്. അപ്പം ഡെൻ്റൽ ഹെൽത്ത് ടൂറിസം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവിധ ഞങ്ങൾ ബാംഗ്ലൂർ ചെയ്യുന്ന എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇപ്പം 8 കോട്ടേജസ് ഉണ്ട്, പിന്നെ അനുബന്ധമായ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ഡെൻ്റൽ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ വാലി വ്യൂ ക്ലിനിക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റിഫ്രഷ്ഡ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ നടത്താൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ബാംഗ്ലൂർ നല്ല ബിസി ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഡോക്ടർ, ഇവിടെ എങ്ങനെയാണ് ഈ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാനുള്ള അതിൻ്റെ കാരണം എന്താണ്? നിൽഷയ്ക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബേസിക്കലി തൊടുപുഴയ്ക്കടുത്ത് കരിങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, അവിടെയാണ് ഞങ്ങളുടെ കുടുംബം. ഓക്കെ. അപ്പം ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 വർഷത്തോളമായി അവിടെ ക്ലിനിക്കും പ്രാക്ടീസൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഞങ്ങൾക്ക് പൈതൃകമായി കിട്ടിയ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും മലമുകളിൽ ഇതെൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. ഇതിൻ്റെ ഒരു സൗന്ദര്യവും കാര്യങ്ങളുമൊക്കെ നോക്കി വളരെ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ശാന്തമായ, അതേപോലെ തന്നെ പ്രൊഫഷണൽസിനും ഒക്കെ ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഈ സ്വപ്നം വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ഞാൻ BDS ജോയിൻ ചെയ്യുന്നതിനൊക്കെ മുന്നേ ഉള്ളൊരു ഡ്രീമാണത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ കയറിയതിന് ശേഷം ഞാനിതിനെ ഇങ്ങനെയൊരു ഡയമെൻഷനിലേക്ക് ചിന്തിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്ലിനിക്ക് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ക്ലിനിക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഏകദേശം 1 മാസം കൊണ്ട് ഇവിടെ പ്രാക്ടീസ് പൂർണ്ണതോതിൽ ആരംഭിക്കും. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്കൊരു ശാന്തസുന്ദരമായൊരു അന്തരീക്ഷം, ഇവിടെ നമുക്ക് പ്രകൃതിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഡെൻ്റൽ ഹെൽത്ത് ടൂറിസത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ത്യക്കുള്ളിലുള്ള പേഷ്യൻസ് ആയാലും പുറത്തുനിന്നുള്ളവരായാലും ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് താമസിച്ച് പ്രൊസീജിയേഴ്സൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എൻജോയ് ചെയ്ത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തോടുകൂടി അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഏറ്റവും സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളാണല്ലോ ഈ ട്രീറ്റ്മെന്റ് എല്ലാം. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയുള്ളവരാണ്? ഇതിപ്പം ഒബ്വിയസ്ലി അതിനൊരു മറുപടി പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം നിൽഷ ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഇമാജിൻ ചെയ്യൂ, നമ്മൾ കുറച്ച് ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും നിൽഷ ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഫീൽഡ് വർക്ക് ചെയ്യുമ്പം
മുഖത്ത് കുറച്ച് റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ലേ? തീർച്ചയായും. എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കുന്നവരും സെലിബ്രിറ്റീസും ഒക്കെ ഈ ട്രീറ്റ്മെൻറ്റ് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. അത് നമുക്ക് നമ്മുടെ മെഡിക്കൽ സയൻസ് വളർന്നതനുസരിച്ച് നമുക്ക് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്. ഡെൻ്റൽ സർജൻസ് ധാരാളമായിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഈ ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ മെയിൻലി ഇത് സെലിബ്രിറ്റീസിന് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു ഇതാണല്ലേ? ഇപ്പോൾ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ കോമ്പയറിങ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നവർക്ക്, ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സ്കോപ്പ് ഉള്ളൊരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ്, പിന്നെ ഫിലിം സ്റ്റാർസ്, ആങ്കേഴ്സ്, അങ്ങനെ ഏത് പ്രൊഫൈലിൽ നമ്മൾ ക്യാമറയെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് മുഖം കുറച്ച് പ്രായം കൂടുതൽ തോന്നാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ചികിത്സ രീതിയിലെല്ലാം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ആദ്യം ഡോക്ടർ 2 ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞു. ഡോക്ടർ അത് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ ഈ ചുളിവുകൾ പരിഹരിക്കാനായിട്ട്? ഓക്കെ, അതിന് നമ്മളിപ്പോൾ 2 ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് പറഞ്ഞ് 2ഉം എക്സ്റ്റേണൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടതും ആദ്യമേ ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നതുമായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറുണ്ട്. അത് വാമ്പയർ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം രക്തം, ഇപ്പം നിൽഷയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, നിൽഷയുടെ സ്വന്തം ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് അതൊരു സെൻട്രിഫ്യൂജിങ് വഴി ഒരു മെഷീനിലിട്ട് അതിനകത്ത് നിന്ന് പ്ലാസ്മ റിച്ച് പ്രോട്ടീൻ എടുക്കുന്നു. അത് നമുക്ക് എവിടേക്കാണോ ഈ ഫില്ലർ യൂസ് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊസീജിയർ ചെയ്താൽ നമ്മുടെ സ്വന്തം ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണല്ലോ അത്. നമ്മൾ ബ്ലഡ് എടുത്ത് ബ്ലഡിനകത്ത് നിന്ന് ഈ PRP എന്ന് പറയും, ആ പ്ലാസ്മ റിച്ച് പ്രോട്ടീൻ എടുത്തു, അതാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതും അത് ഏകദേശം 1-2 മണിക്കൂറിനകത്ത് നമ്മൾ അപ്പം തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അതിന് ബാക്കി സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം നമ്മുടെ സ്വന്തം പ്രൊസീജിയറിൻ്റെ കോസ്റ്റും ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും മാത്രമേ വരുന്നുള്ളൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പോഴാണ് ആ ചികിത്സാ രീതി കാര്യമായിട്ട് പ്രചാരത്തിലായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡോക്ടർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് ഡോക്ടർ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.